ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. കഴിഞ്ഞ ക്ലാസ്സിൽ യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരിബ വതമാസീല വജിഫാനിൻ കൽ ജവാബ് വഖുദൂരിർ റാസിയാത്ത് ഇഅമലൂ ആല ദാവൂദ ശുക്ര വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ. ഈ ആയത്താണ് വിശദീകരിച്ച്. അവിടെ നമ്മൾ ഇഅ്മലു ആല ദാവൂദ ശുക്ര എന്താ പറഞ്ഞത്? ഇഅ്മലു നിങ്ങൾ പ്രവർത്തിക്കണം, ആല ദാവൂദ് കുടുംബമേ. ദാവൂദ് കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ദാവൂദ്, അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ ഭൃത്യന്മാർ, ഇവരൊക്കെ ഉണ്ടല്ലോ. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ശുക്രന് വേണ്ടി, നന്ദിക്ക് വേണ്ടി, അള്ളാഹ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഇഅ്മലു എന്നാണ്, നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ്. അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് പറഞ്ഞത്. ശുക്രനെ പ്രവർത്തിക്കണം എന്നല്ല, പിന്നെ ശുക്രന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്തതുപോലെ അത് അള്ളാഹ്ക്ക് ശുക്രന് വേണ്ടിയല്ലേ? എന്നാൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പെടുത്ത് ഫസാമഹു മൂസ ശുക്രൻ ലില്ലാ എന്നാണ്. ആ ദിവസം മൂസ നോമ്പെടുത്തു ശുക്രൻ ലില്ല, അള്ളാഹ്ക്ക് നന്ദിയായി. ഏത് ദിവസം? ആശൂറ ദിവസം. ആശൂറയിൽ ഫിർഔനെ മുക്കിക്കൊന്നു, കിങ്കരന്മാരെയും മൂസയെയും വിശ്വാസികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഫസാമഹു, അതുകൊണ്ട് ആശൂറ ദിവസം നോമ്പെടുത്തു അലൈഹിസ്സലാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ശുക്രൻ ലില്ല, അള്ളാഹ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി. എന്താ ശുക്രൻ ലില്ല? അപ്പോൾ നമുക്ക് നന്ദി അതിന് മനസ്സിലാക്കാം. അള്ളാഹ്ക്ക് നന്ദി പ്രകാശിപ്പിക്കൽ നമ്മളുടെ മനസ്സുകൊണ്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ നാവ് കൊണ്ടുണ്ട്. നാവ് കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാഹ് ഒക്കെ പറഞ്ഞിട്ട്, പിന്നെ നമ്മുടെ പ്രവൃത്തി കൊണ്ട്. അതാണ് മൂസ നോമ്പെടുത്തിട്ട് എന്ത് ചെയ്ത്? നന്ദി പ്രകാശിപ്പിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഫല അകൂന അബ്ദൻ ഷക്കൂറ എന്നാണ് എപ്പോഴാണ് പറഞ്ഞത്? രാത്രി നിസ്കാരത്തെക്കുറിച്ചാണ്. ഞാൻ നന്ദിയുള്ളത് അടിമയാകണ്ടേ എന്ന് പറഞ്ഞത് രാത്രി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ സംസാരിച്ചപ്പോഴാണ്. അപ്പോൾ നിസ്കരിച്ച് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, നോമ്പെടുത്ത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ശുക്ർ ചെയ്യുക. അതാണ് ഇഅ്മലു ആല ദാവൂദ ശുക്ര എന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ശുക്രിൻ്റെ സാക്ഷാത്കാരം ഇപ്പോൾ മാലിക് ഇബ്നു നബ്റ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. അയാളൊരു സമ്പന്നനായിരുന്നു. പക്ഷേ അയാൾ വന്നപ്പോൾ റസ് സിയാബാണെന്നാണ്. മാലിക് ഇബ്നു നബ്ല വന്നപ്പോൾ വളരെ മുഷിഞ്ഞ വസ്ത്രത്തിലാണ് വന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, താങ്കൾക്ക് അള്ളാഹു സമ്പത്ത് തന്നിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം പറയാണ് മിൻകുല്ലിൽ മാൽ, സമ്പത്ത് തന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ഇനി എല്ലാ മാലിൽ നിന്നും അള്ളാഹ് എനിക്ക് തന്നിട്ടുണ്ട്. അന്നത്തെ മാൽ നടന്ന ഈ പ്രധാന ഉദ്ദേശം ആട്, മാട്, ഒട്ടകങ്ങളാണ്. എനിക്ക് ആടുകളുണ്ട്, മാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, സമ്പത്ത് ഇഷ്ടം പോലെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. അള്ളാഹു എല്ലാ തരം സമ്പത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം നിങ്ങളിൽ കാണണം. ഇങ്ങനെ മുഷിഞ്ഞ വേഷമായിട്ട് വരാൻ പാടില്ല എന്നർത്ഥത്തിൽ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നപ്പോൾ ഞാനൊരു ഹുല്ലത്തുൻ ഹംറ ധരിച്ച് ചെന്നാണ്. ഹുല്ലത്തുൻ ഹംറ എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന പൂർണ്ണ വേഷം, അതിൽ ഉത്തരീയവും ചുവപ്പ്, അതേപോലെ തന്നെ ഉടുമുണ്ട് ചുവപ്പ്, അങ്ങനെ പൂർണ്ണ ഒരു ഹുല്ല ധരിച്ചിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു എന്നാണ്. അപ്പോൾ അതാണ് പണ്ഡിതന്മാർ പറയാണ്, നമ്മൾ അള്ളാഹ്ക്ക് ശുക്ർ പ്രകാശിപ്പിക്കുമ്പോൾ അത് ബിൽ ഖൗൽ, നാക്കുകൊണ്ട് അൽഹംദുലില്ലാ പോലത്തെ ചൊല്ലി, ബിൽ ഫിഅൽ നോമ്പനുഷ്ഠിച്ച് നിസ്കരിച്ച്, അങ്ങനെ അതേപോലെ തന്നെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളിൽ നമ്മളിൽ തെളിഞ്ഞ് ഒക്കെ അള്ളാഹ്ക്ക് ശുക്ർ പ്രകാശിപ്പിക്കലുണ്ട് എന്നാണ്. പിന്നെ അത്തഹദ്ദുസു ബി നിഅമത്തില്ലാഹി ശുക്റുൻ. അത്തഹദ്ദുസു ബി നിഅമത്തില്ലാഹി ശുക്റുൻ എന്താ? അള്ളാഹ് തന്ന നിഅമത്തിനെ കുറിച്ച് പറയൽ, ഇത് അള്ളാഹ് തന്നതാണ് എന്ന് പറയൽ ശുക്റുൻ. അതെന്താ? ശുക്രാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണത്. അത് ശുക്രാണ്. അപ്പോൾ അള്ളാഹ് തന്ന നിഅമത്തിനെ കുറിച്ച് പറയുക, അതൊക്കെ ശുക്രാണ്. അതാണ് ഇഅ്മലു ആല ദാവൂദ ശുക്ര. ശുക്രിന് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കുക, പ്രവർത്തിക്കുക. വഖലീലും മിൻ ഇബാദി അശ്ശകൂർ. വഖലീലും മിൻ ഇബാദി അശ്ശകൂർ. നന്നായി കാണിക്കുന്നവർ എൻ്റെ ദാസന്മാരിൽ ഖലീൽ എന്നാണ്, വളരെ കുറവ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് ആ ഒരു പ്രയോഗം ഒരു പ്രോത്സാഹനമാണ്, അല്ലെങ്കിൽ ഒരു പ്രേരണ നൽകാനാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ ദാസന്മാരിൽ അള്ളാഹ്ക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവർ കുറവാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്കിൽ ആ കുറച്ച് ആളുകൾ ഞാൻ വേണം എന്ന ഒരു ചിന്ത ഉണരണം. അതാണ് ഈ പ്രയോഗത്തിൻ്റെ ഒരു പ്രത്യേകത.
ഒരു മനുഷ്യന് എത്ര അള്ളാഹ്ക്ക് നന്ദി കാണിച്ചാലും, എത്ര നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു തന്നതിന് പകരാവില്ല. അള്ളാഹു തന്നതിന് പകരാവില്ല നന്ദി കാണിച്ചാൽ. നമ്മൾ എത്ര നന്ദി കാണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു തന്നതിന് മതിയാവില്ല. അങ്ങനെ ഇരിക്കെ ആളുകൾ നന്ദി തന്നെ കാണിച്ചിട്ടില്ലെങ്കിലോ? ആളുകൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എത്ര ഇതാണത്, പ്രയാസകരാണ്. അള്ളാഹു പറയുന്നത് വഖലീലും മിൻ ഇബാദിയ ഷകൂർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു എത്ര തന്നോ അതിന് വാക്കാലും അതേപോലെ തന്നെ പ്രവൃത്തിയാലും മനസ്സാലും വിശ്വാസത്താലും ഒക്കെ അള്ളാഹുവിന് നന്ദി കാണിക്കണം എന്നുള്ളതാണ് നമ്മളോട് ആ ഒരു പ്രയോഗം അറിയിക്കുന്നത്. വഅമലു ദാവൂദ ശുക്ര വഖലീലും മിൻ ഇബാദിയ ഷകൂർ. ഇനി അതിൻ്റെ തുടർച്ചയിൽ فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين فلما قضينا عليه الموت. ഇവിടെ എന്താ, ഇവിടെ ഈ ഫാൻ്റെ പ്രത്യേകത ഈ പറയപ്പെട്ട രീതിയിലുണ്ടല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആജ്ഞപ്രകാരം ജിന്നുകൾ എന്ത് ചെയ്തു? അവരുടെ പ്രവൃത്തികൾ തുടർന്നു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതാണ് അതാണ് ആ ആശയത്തെയാണ് അറിയിക്കുന്നത്. ലമ്മ ഖദൈന അലൈഹിൽ മൗത്ത്. എന്താ ലമ്മ ഖദൈന? ഖദൈന എന്ന് പറഞ്ഞാൽ ഹക്കംന, നാം വിധിച്ചു. ലമ്മ ഖദൈന, ലമ്മ ഹക്കംന, നാം വിധിച്ചപ്പോൾ. അലൈഹി, അലൈഹി എന്ന് പറഞ്ഞാൽ അല സുലൈമാൻ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മേൽ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മേൽ നാം വിധിച്ചപ്പോൾ. എന്തിനെ വിധിച്ചപ്പോൾ? അൽ മൗത്ത, മൗത്തിനെ വിധിച്ചപ്പോൾ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മരണം നാം വിധിച്ചപ്പോൾ, നാം തീരുമാനിച്ചപ്പോൾ എന്ന അർത്ഥം. മാ ദല്ലഹും അലാ മൗതിഹി, മാ ദല്ലഹും, അവരെ അറിയിച്ചില്ല. മാ ദല്ലഹും, ദല്ല അറിയിച്ചു, ദല്ല അത് ക്രിയാണ്, ദല്ല അറിയിച്ചു. ഹും എന്ന് പറഞ്ഞാൽ അവരെ, അവരെ എന്ന് പറഞ്ഞാൽ ജിന്നുകളെ. മനഫിൻ്റെ മാ ദല്ലഹും, അവരെ അറിയിച്ചില്ല. അലാ മൗതിഹി, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച്. അലാ മൗതിഹി, അലാ മൗതി സുലൈമാൻ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മരണത്തെക്കുറിച്ച് അവരെ അറിയിച്ചില്ല. ഇല്ല ദാബത്തുൽ അർദ്, ദാബത്തുൽ അർദ് അല്ലാതെ. ദാബത്തുൽ അർദ്, ദാബത്തുൽ അർദ് അതിന് അൽ അർദ എന്ന് പറയും. അൽ അർദത്തു, അർദത്തു എന്ന് പറഞ്ഞാൽ ചെതലിനെ പറയും. സുർഫ എന്ന് പറയും, അസുർഫ, ചെതലിന്. ഇതൊക്കെ നമുക്ക് കുറേ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. സുർഫത്ത്, അതേപോലെ തന്നെ അൽ അർദത്ത് എന്ന് പറഞ്ഞാൽ ചെതൽ. അർദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എന്തിനാ അർദ് അറിയാം? ഈ അർദ് എന്തിനാ പറയാം? ഭൂമി. ശരിക്കും അർദ് എന്ന് പറഞ്ഞാൽ അക്കിൽ എന്ന അർത്ഥം, തിന്നു. അക്കലുൻ, തിന്നു എന്നതാണ് അർദുൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ശരിക്ക് ഭൂമി മനുഷ്യനെ തിന്നൂലേ? ഈ ഭൂമുഖത്ത് മരിക്കുന്നവരൊക്കെ ഭൂമിയാണ് എന്ത് ചെയ്യണത്? വിഴുങ്ങുന്നത്, ഭൂഗർഭത്തിലേക്ക് സ്വീകരിക്കുന്നത്. ആ ഒരു പ്രത്യേകത ഭൂമിയുടേതായതുകൊണ്ടായിരിക്കാം ഭൂമിക്ക് അർദ് എന്ന പേര് വന്നത് എന്നാണ്. സമാ അർദ്, അർദ് എന്ന് പറഞ്ഞെങ്കിൽ ശരിക്കും തിന്നു എന്നർത്ഥം. അൽ അറബ എന്ന് പറയും. പിന്നെ ചെതലിന്, ചെതലിൻ്റെ പണി അതാണല്ലേ. ചെതലിൻ്റെ പണി അരിച്ച് കയറുക, എന്നിട്ട് അവിടെയൊക്കെ തിന്ന് തീർക്കുക, നശിപ്പിക്കുക, കേടാക്കുക എന്നുള്ളതാണ്. ഹദീസിൽ അകലഹൽ അറബത്തു, അതിനെ അറബത്ത് തിന്നു എന്ന് പറയുന്നുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. ഏതിനെ കുറിച്ച് പറയുന്നത് അറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞിരുന്ന ഒരു ജദഅത്ത് ഉണ്ടായിരുന്നു മസ്ജിദുൻ നബവിയിൽ. ജദഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈത്തപ്പനയുടെ മുട്ടി, ജദഅത്തുൻ നഖൽ. അതിൽ കയറിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്മേൽ കയറി ഖുതുബ പറയുന്നത് പ്രയാസമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയും ചെയ്തിരുന്നു സൂത്രയായിട്ട്. ഖുതുബ പറയുന്നത് പ്രയാസമായപ്പോൾ ഒരു അൻസാരിയത്തായ ഒരു മഹദി പിന്നെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞാൻ നിങ്ങൾക്കൊരു മിമ്പർ പണിയട്ടെ, നിർമ്മിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു. അങ്ങനെ അവരവരുടെ ഒരു ആശാരിയെ കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുലാമിനെ കൊണ്ട് വിശുദ്ധ മദീനയിൽ നിന്ന് അൽഗാബ എന്നറിയുന്നിടത്തു നിന്ന് ഒരു മരത്തിൽ നിന്ന് ഒരു പിന്നെ മരം കൊണ്ടുവന്നിട്ട് ഒരു മിമ്പർ ഉണ്ടാക്കി. 3 ദറജയിൽ മിമ്പർ ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ മിമ്പർ റെഡിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യാണ്? ഖുതുബ പറയാൻ വേണ്ടിയിട്ട് ആ മിമ്പറിൽ കയറാൻ പോകുമ്പോൾ ഈ ഇതിൻ്റെ അടുത്ത് കൂടിയാണ് പോണത്. കഴിഞ്ഞ ആഴ്ച വരെ ഖുതുബ പറഞ്ഞ ഈ ജദഅയുടെ അടുക്കലൂടെയാണ് പോണത്.
അപ്പോൾ അതിൽ കയറാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയപ്പോൾ സഹാബികൾ പറയുകയാണ്, അൽ ഖശബത്തു തഹിന്നു ഹനീനൽ വാലിഹ് എന്നാണ്. ഒരു കുട്ടി നഷ്ടപ്പെട്ട ഉമ്മ കരയുന്നത് പോലെ അത് കരഞ്ഞു എന്നാണ്. അങ്ങനെയാണ് ഹദീസിൻ്റെ പ്രയോഗം. തഹിന്നു ഹനീൻ അൽ വാലിഹ്. അൽ വാലിഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി നഷ്ടപ്പെട്ട ഉമ്മ, സ്ത്രീ. കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉമ്മാക്ക് എത്ര വേദന ഉണ്ടാവും, അതുപോലെ അത് കരഞ്ഞു എന്നാണ്. അപ്പോൾ ഹത്ത തസദ്ദ എന്നാണ് ആ കരച്ചിൽ, അതിങ്ങനെ പൊളിയുന്നത് പോലെ വന്നു എന്നൊക്കെ ഹദീസിൽ കാണാം. ഉബൈർ റളിയല്ലാഹു തആല ആണ് പറയുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ആ മിമ്പറിൽ നിന്ന് ഇറങ്ങി, പുതിയ മിമ്പറിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് അതിനെ ഇഹ്തിലാൻ ചെയ്തതാണ്, കെട്ടിപ്പിടിച്ചു എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അത് അന്ത്യനാൾ വരേക്കും കരയുമായിരുന്നു എന്ന രീതിയിൽ ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും ഉബൈർ റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, പിന്നീട് മസ്ജിദുൻ നബവി പൊളിച്ചു, വിപുലീകരണത്തിന് വേണ്ടിയിട്ട് പൊളിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ജദയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണച്ചുകൂട്ടാൻ ഇതിനെ ഈത്തപ്പനം തടിയെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അങ്ങനെ അതെൻ്റെ വീട്ടിലായിരുന്നു. ഹത്ത അകലതുഹുർ അറബ, അതിന് ചെതല് തിന്നുന്ന കാലം വരെയും അതെൻ്റെ വീട്ടിലായിരുന്നു എന്നാണ്. അങ്ങനെ ജഅലത്ഹു റുഫാത്തൻ, ചെതൽ എന്നിട്ട് പിന്നെ എന്തായി, അതൊരു റുഫാത്തായി, പിന്നെ മണ്ണിൻ്റെ കുറ്റിയായിട്ട് മാറി എന്നാണ് ഉബൈർ റളിയല്ലാഹു തആല പറയുന്നത്. അവിടെ കാണാം അൽ അറബ എന്ന്. അൽ അറബ എന്ന് പറഞ്ഞെങ്കിൽ ദാബത്തുൽ അർദ്, ചെതലിന് പറയും. അത് വേറെ, അത് ചെതലല്ല. ഇത് ദാബത്തുൽ അർദ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഉദ്ദേശം ചെതലാണ്. അൽ അറബ എന്ന് പറയുന്നെങ്കിൽ സുർഫ എന്ന് പറയുന്ന ജീവി. ഫലമ്മ ഖദൈന അലൈഹിൽ മൗത്ത്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നാം മരണത്തെ വിധിച്ചപ്പോൾ, അതുവരേക്കും എന്ത് ചെയ്തു, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പനകൾ നൽകി, ഈ ജിന്നുകളെയും ശൈത്താന്മാരെയും ഒക്കെ പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. അങ്ങനെ അത് തുടർന്നു. അതാണ് ഈ ഫാ അറിയിക്കുന്നത്. അങ്ങനെ തുടർന്നു. പക്ഷേ അതിന് ശേഷം ലമ്മ ഖദൈന അലൈഹിൽ മൗത്ത്, മരണം വിധിച്ചപ്പോൾ, മാ ദല്ലഹും അലാ മൗതിഹി, അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ജിന്നുകളെ അറിയിച്ചില്ല, ഇല്ലാ ദാബത്തുൽ അർദ്, ദാബത്തുൽ അർദ് അല്ലാതെ. ദാബത്തുൽ അർദ് ഉദ്ദേശം ചെതലാണ്. തഅകുലു മിൻ സഅതഹു, തഅകുലു, ഈ ദാബത്തുൽ അർദ് തിന്നുന്നു, തഅകുലു തിന്നുന്നു, മിൻ സഅതഹു, മിൻ സഅത്, മിൻ സഅ എന്ന് പറഞ്ഞാൽ വടി, മിൻ സഅ വടി, ആസ. തഅകുലു മിൻ സഅതഹു, അദ്ദേഹത്തിൻ്റെ വടിയെ അത് തിന്നുന്നു. നസീഅ എന്നതിൽ നിന്നാണ് ഇത് വരിക, ഈ ഇത് വരിക. ശരിക്കും നസഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹദീസിൽ കാണാം, മൻ അഹബ യുൻസിഅ ലഹു ഫി അസരിഹി, ആർക്കെങ്കിലും ആയുസ് നീട്ടി കിട്ടാൻ ഉദ്ദേശമുണ്ട് എങ്കിൽ യസിൽ റഹിമഹു, രക്തബന്ധം ചേർത്തട്ടെ എന്നൊക്കെ പറയല്ലേ. അവിടെ പിന്നെ നസഅ എന്ന് പറഞ്ഞാൽ നീട്ടിയിടുക എന്നുള്ളതാണ്. അതിനാണ് മിൻസ വന്നത്. വടി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ വടിയുടെ ധർമ്മങ്ങളിൽപ്പെട്ടതാണ് ഒന്ന് ഊന്നി നടക്കാം എന്നുള്ളത് പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പലതും ദൂരപ്പെടുത്താൻ പറ്റും അല്ലേ. വഴിയിൽ കാണുന്ന തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ദൂരപ്പെടുത്താൻ പറ്റും. അതേപോലെ തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ദൂരപ്പെടുത്താൻ പറ്റും. ഈ പട്ടിയും അക്രമക്കുമുള്ള അങ്ങനത്തെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ദൂരപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ ആ നിലക്കായിരിക്കാം ഒരു വേള വടിക്ക് മിൻസ എന്ന് പറഞ്ഞത്, ദൂരപ്പെടുത്തുക എന്നുള്ളൊരു അർത്ഥം അതിനുണ്ട്. അലാ കുല്ലി തഅകുലു മിൻസ തഹു, അദ്ദേഹത്തിൻ്റെ മിൻസയെ. അപ്പോൾ അതിന് മനസ്സിലാക്കാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് എന്തുണ്ടായിരുന്നു, ഒരു മിൻസ ഉണ്ടായിരുന്നു, വടി ഉണ്ടായിരുന്നു എന്നുള്ള വിഷയം. വടി ഉപയോഗിച്ച നബിമാരെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ രണ്ടാളെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, വമാത്തിൽ കബി അമീനിക്ക യാ മൂസ എന്ന് പറഞ്ഞപ്പോൾ കാല ഹിയ അസായ, അതെൻ്റെ വടിയാണ് എന്ന് പറഞ്ഞിട്ട് ആ വടിയെ പരിചയപ്പെടുത്തിയില്ലേ. ഇപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും വടി ഉപയോഗിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വടി ഉണ്ടായിരുന്നു ഇല്ലേ, ഉണ്ടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വടി ഉണ്ടായിരുന്നു. ഈ ഒരു ഹദീസിൽ അൽ ഹകം ഇബ്നു ഹസൻ അൽ കുലഫി ബനു തമീം ഗോത്രത്തിൻ്റെ ഒരു ഉപഗോത്രമാണ് അൽ കുലഫി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് മദീനയിൽ വന്ന് പാർത്ത ചരിത്രം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ഞങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് കൽപ്പിച്ചു, ഞങ്ങളെ സ്വീകരിക്കാൻ ആളുകളോട് കൽപ്പിച്ചു. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറിയപ്പോൾ മുത്തക്കിഅൻ അല അസാഹു, അല്ലെങ്കിൽ മുത്തക്കിഅൻ അല ആസൻ, ചിലർ പറയുന്നത് അല സഹ്മിൻ, റസൂലുള്ളാഹി മിമ്പറിൽ കയറിയത് ഒരു പിന്നെ വടിയിൽ ഊന്നിക്കൊണ്ടാണ്. ചില നിവേദനങ്ങളിൽ ഒരു
അമ്പിൽ ഊന്നിക്കൊണ്ട് റസൂലുള്ള മിമ്പറിൽ കയറി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചു എന്നൊക്കെ പറയേണ്ട അദ്ദേഹം. അല്ല കുലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വടി ഉപയോഗിച്ചിരുന്നു. വിശുദ്ധ ഖുർആനിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവർ ചോദിച്ച വടിയെക്കുറിച്ച് പറയുന്നു. പിന്നെ മാദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദി തഅകുലു മിൻ സഅതഹു, അദ്ദേഹത്തിൻ്റെ വടിയെ അത് തിന്നുന്നു. അതായത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടിയിൽ ഊന്നിയിട്ടായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ ചെതലുകൾ വന്നിട്ട് എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ വടിയെ തിന്നു. അതാണ് പറയുന്നത്. നോക്കണം, പിന്നെ ഈ ഈ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് നൽകിയ ഹുക്കുമിൻ്റെ പ്രത്യേകത എന്താ, അദ്ദേഹത്തിന് നൽകിയ മുൽക്കിൻ്റെ പ്രത്യേകത? ഇനി വരുന്ന ഒരാൾക്കും ലോകത്ത് തരപ്പെടാത്ത രീതിയിലുള്ള ഭരണ ചോദിച്ചത്, അധികാരം ചോദിച്ചത്, രാജാധിപത്യം ചോദിച്ചത്, ഒരാൾക്കും തരപ്പെടാത്ത. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. ഒരാൾക്കും തരപ്പെടാത്ത രീതിയിലുള്ള ഭരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടും നബിയായിട്ടും രാജാവായിട്ടും സ്വയം പര്യാപ്തതല്ല. എന്തു വേണ്ടിയിരുന്നു? വടി വേണ്ടിയിരുന്നു, ഊന്നി നിൽക്കാൻ, ഊന്നി നടക്കാൻ. അന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. നമ്മളിന്ന് പിന്നെ നബിമാരല്ല വലിയാണോ എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രൂഫുമില്ല. ഭ്രാന്തനായിരുന്നു എന്നതിന് പ്രൂഫുണ്ട്. ഇത്തരം ആളുകളെ കുറിച്ചാണ് എല്ലാത്തിനും കഴിയുന്ന ആളുകളായിട്ട്, എന്തും നേടിത്തരുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ന് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് ഏറ്റവും വലിയ അധികാരം നേടിയ മഹാൻ. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുൽക്ക്, ഭരണം പോലുള്ളതായ ഭരണം ഒരാൾക്കും തരപ്പെടാത് എന്ന് അദ്ദേഹം ദുആ ചെയ്തു. അത് അള്ളാഹു അദ്ദേഹത്തിന് നൽകി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ടും പരിമിതികൾ, പോരായ്മകൾ, അതിൽപ്പെട്ടതാണ് ഒന്നീത് കുത്തിപ്പിടിച്ച് ഊന്നി നടക്കാനുള്ള വടി. 53-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നൊക്കെയാണ് അതൊക്കെ ചരിത്രമാണ്. അദ്ദേഹം പിന്നെ വാപ്പാൻ്റെ മരണശേഷം 40 വർഷം ഭരിച്ചു. 13-ാമത്തെ വയസ്സിൽ അധികാരം ഏറ്റു. ദാവൂദ് നബിയുടെ മരണശേഷം 13-ാമത്തെ വയസ്സിൽ അധികാരം ഏറ്റു. അങ്ങനെയാണ് തഫ്സീറുകളിലുള്ളത്. 40 വയസ്സ് മരിച്ചു, 83-ാം വയസ്സിൽ മരിച്ചു എന്നൊക്കെയാണ്. അല്ലാഹു അലം. മാത്രമല്ല സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം, നമുക്ക് സൂറത്തിൽ നമ്മിൽ വരുന്നത് വിശദമായിട്ട്. പിന്നെ ഹുദ്ഹുദിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ? ഹുദ്ഹുദിനെ കുറിച്ച് മാലില അറൽ ഹുദ്ഹുദിനെ കാണുന്നില്ലല്ലോ, ഹുദ്ഹുദ് എവിടെ പോയി എന്നാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹുദ്ഹുദിനെ അറിയില്ല എവിടെ പോയത് എന്നുള്ളത്. എന്നിട്ട് പിന്നെ ഭീഷണിപ്പെടുത്താണ്, ഞാൻ അറുക്കും, വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് ഹുദ്ഹുദ് വരുന്നത്. എന്നിട്ട് ഹുദ്ഹുദ് വന്നിട്ട് പറയുന്നത് എന്താ? അഹത്തു ബിമാലം തുഹത്ത് ബിഹി, താങ്കൾക്കറിയാത്തൊരു കാര്യം എനിക്ക് അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ട്. താങ്കൾക്കറിയാത്ത ഹുദ്ഹുദ്, നിങ്ങൾക്കറിയാത്തത് എനിക്കറിഞ്ഞിട്ടുണ്ട്. വജിഅതുക മിൻ സബഇൻ ബിനബഇൻ യഖീൻ, സബഅ ഗോത്രത്തിൽ നിന്ന് നല്ലൊരു വാർത്തയായിട്ടാണ് ഞാൻ, ഉറപ്പായൊരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു ഹുദ്ഹുദിന് അറിയാം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നെ അറിയാത്ത വിഷയം എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ, ഇങ്ങനത്തെ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഈ വിശുദ്ധ ഖുർആനിലും ഇങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ പഠിക്കേണ്ടത് എന്തിനാണ്? ഇത്രയും അന്ധവിശ്വാസങ്ങളെ ദൂരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. فلما قضينا عليه الموت ما دلهم على موته إلا دابة الأرض تأكل من سأته فلما خر تبينت الجن أن لو كانوا يعلمون الغيب ما لبثوا في العذاب المهين. ഇവിടെ ഈ ഫാ പോലെ തന്നെയാണ് ഇവിടെ ഈ ഫാ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വിധിച്ചു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. ആ മരണ വാർത്ത ജിന്നുകളെ അറിയിച്ചത് ദാബത്തുൽ അർളാണ്. അത് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി നിന്ന വടിയെ തിന്നുകൊണ്ട് അദ്ദേഹത്തെ വീഴ്ത്തിയിട്ടാണ് എന്ത് ചെയ്തത്? ആ മരണ വാർത്ത അറിയിച്ചത്. അതൊക്കെയാണ് ഈ ഫാ അറിയിക്കുന്നത്. ലമ്മ ഖറ തബയ്യനത്തിൽ ജിന്നു, പിന്നെ ഈ ദാബത്തുൽ അർദ് അദ്ദേഹത്തിൻ്റെ വടി തിന്നു. അങ്ങനെ ലമ്മ ഖറ ഖറ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇടിഞ്ഞു വീണു, പൊളിഞ്ഞു വീണു, അതിനാണ് ഖറ പറയുക. ഫലമ്മ ഖറ, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണപ്പോൾ, ഖറു സുജദൻ, അത് പിന്നെ ഒരാൾ പിന്നെ സാധാരണ സുജൂദ് ചെയ്യുന്ന ഭാവമല്ല ഇതിന്. പിന്നെയോ ഖറ സാജിദൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അതൊരു പിന്നെ ഒരു പ്രത്യേക വികാരത്താലുള്ള എന്താണ്, പൊടുന്നതിനുള്ളൊരു വീഴ്ചയാണ്. പൊടുന്നതിനുള്ളൊരു സുജൂദാണ്. യഖിറൂന ലിൽ അദ്ഖാൻ എന്നൊക്കെ പറയല്ലേ. പിന്നെ
അങ്ങനെ പിന്നെ പല ഹദീസ് പ്രയോഗം കാണാൻ സാധിക്കും. എന്തായാലും ഫലമ്മ ഖറ പൊളിഞ്ഞ് വീഴുക എന്നുള്ളത്, വീണപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണപ്പോൾ, ഇത് ഒരാൾക്ക് ജീവനറ്റിട്ട് എന്ത് ചെയ്യാണ്, ആണ്ട് വീഴുകയാണ്, ജീവനറ്റിട്ടുള്ള വീഴ്ചയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം വീണപ്പോൾ തബയ്യനത്തിൽ ജിന്നു, തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് വ്യക്തമായി, ജിന്നുകൾക്ക് ബോധ്യമായി. എന്ത് ബോധ്യമായി? അല്ലൗകാനു യഅലമൂനൽ ഗൈബ്. അൻ എന്ന് പറഞ്ഞെങ്കിൽ അന്ന എന്നുള്ളതാണ്, തീർച്ചയായും എന്ന അർത്ഥത്തിലാണ്. പക്ഷെ അതിൻ്റെ മുഖഫഫത്ത് അതാണ് അൻ, തീർച്ചയായും. ലൗ കാനു യഅലമൂനൽ ഗൈബ്, ലൗ കാനു അവർ ആയിരുന്നുവെങ്കിൽ, എന്തായിരുന്നുവെങ്കിൽ, യഅലമൂൻ അവരറിയുന്നു, കാനു യഅലമൂൻ അവർ അറിയുമായിരുന്നു, ലൗ കാനു യഅലമൂൻ അവർ അറിയുമായിരുന്നുവെങ്കിൽ, എന്തിനെ അറിയുമായിരുന്നുവെങ്കിൽ, അൽ ഗൈബ ഗൈബിനെ, ഗൈബിനെ അവർ അറിയുമായിരുന്നെങ്കിൽ, മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, മാ ലബിസു, മാ ലബിസു അവർ കഴിഞ്ഞുകൂടുമായിരുന്നില്ല. മാ ലബിസു, ലബിസ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുകൂടുക, താമസിക്കുക, കഴിഞ്ഞുകൂടുക. മാ ലബിസു അവർ കഴിഞ്ഞുകൂടുമായിരുന്നില്ല, ഫിൽ അദാബിൽ മുഹീൻ, അദാബ് പറഞ്ഞ ശിക്ഷയാണ്, പീഡനം, ശിക്ഷ. മുഹീൻ എന്ന് പറഞ്ഞാൽ ഹീനമായ, നിന്ദ്യമായ. മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, നിന്ദ്യമായ അദാബിൽ അവർ കഴിഞ്ഞുകൂടുമായിരുന്നില്ല. കുരുതി, പീഡനം എന്നൊക്കെ പറയില്ലേ. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആജ്ഞപ്രകാരം ഈ ജിന്ന് പിശാചുക്കൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? വലിയ പ്രവൃത്തിയാണ്, കടുത്ത അധ്വാനമാണ് അവർക്ക്. വലിയ എടുപ്പുകൾ ഉണ്ടാക്കണം, സമുദ്രാഴിയിൽ മുങ്ങിപ്പോയി അവിടുന്ന് കൊണ്ടുവരണം, ഇങ്ങനെയൊക്കെ കഠിനാധ്വാനമാണ്. അതിനെയാണ് അവർ അൽ അദാബുൽ മുഹീൻ എന്ന് പറയുന്നത്. അല്ലൗ കാനു യഅലമൂനൽ ഗൈബ്, ഗൈബിനെ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ, ഈ നിന്ദ്യമായ അദാബിൽ, പീഡനത്തിൽ തങ്ങൾ കഴിയുമായിരുന്നില്ല എന്നവർ പറഞ്ഞു. ഇവിടെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു, മരണപ്പെട്ടു. ഏറ്റവും വലിയ രാജാവ്, മഹാനായ, ഒരാൾക്ക് തരപ്പെടാത്ത അധികാരമുള്ള ആൾ, പക്ഷേ അള്ളാഹിൻ്റെ വിധിക്ക് വിധേയനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വിധിച്ചു. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം അറിഞ്ഞത് ചെതല് അദ്ദേഹത്തിൻ്റെ വടി തിന്ന് അദ്ദേഹം പൊളിഞ്ഞ് വീണപ്പോഴാണ്, നിൽക്കുന്നിടത്ത് വീണപ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രാജാവ് മരിച്ചിട്ട് വീണത്, നിന്നുകൊണ്ടുള്ള രാജാവ് മരിച്ചിട്ട് വീണ രംഗം, അതാണ് അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതാണ് ഈ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞത് ഇവിടെ മാദല്ലഹു എന്ന് പറഞ്ഞാൽ അവരെ അറിയിച്ചില്ല എന്നാണ്. ജിന്നുകളെയും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കുടുംബങ്ങളെയും അറിയിച്ചില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ജിന്നുകളെ മാത്രമല്ല, കുടുംബങ്ങളെയും ഒന്നും അറിയിച്ചില്ല ഈ ദാബത്തിൽ അർദ്ധല്ലാതെ. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഊന്നി നിൽക്കുന്ന വടിയെ ചെതല് തിന്ന്, ആ വടി ചെതല് തിന്നും എന്ത് ചെയ്തു, ശോഷിച്ചപ്പോഴാണ് എന്ത് ചെയ്തത്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം വീണത്. അതുവരേക്കും ജിന്നുകൾ എന്ത് ചെയ്തു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ നിരീക്ഷിക്കുകയാണ്, തങ്ങളുടെ മേൽനോട്ടത്തിലാണ് എന്ന നിലക്കെത്തിയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര കാലം? വർഷങ്ങളോളം എന്ന് പറയുന്നത് അങ്ങനെ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. ഒരു വർഷം, വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും എന്തല്ല, സുചിന്തിയല്ല അത്. കാരണം എന്താ, ഒരു രാജാവല്ലേ, അദ്ദേഹത്തിന് കുടുംബങ്ങളില്ലേ. അപ്പം അദ്ദേഹം അങ്ങനെ കുറേ കാലം നിന്നു എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. പിന്നെ ഒരു വടിയെ ചെതല് തിന്നുക എന്ന് പറഞ്ഞെങ്കിൽ അതിന് കുറേ കാലമൊന്നും വേണ്ട. ചെതലിനൊരു വടി ഇട്ട് കൊടുത്താൽ മതി. രാവിലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് ചെതൽ റെഡിയാക്കി തരും അല്ലേ. ചെതലിൽ കൊടുത്തൊരു വടി ഇട്ടിട്ടുണ്ടെങ്കിൽ ചെതലിന് ഒരു ചെതൽ ആണെന്നില്ല, അവിടെ ചെതലുകളാണ്. അപ്പോൾ കൂടുതൽ സമയം ഒന്നും എന്തല്ല, പിന്നെ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ വർഷങ്ങൾ നീണ്ടു നിന്നു അല്ലെങ്കിൽ ദിനരാത്രങ്ങൾ നീണ്ടു നിന്നു എന്നുള്ളതൊന്നും എന്തല്ല, അത് ശരിയല്ല. എന്തായാലും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്തു, മരണപ്പെട്ടു. തൻ്റെ വടിയിൽ ഊന്നി നിന്നുകൊണ്ട് ചെതലുകൾ വന്ന് വടി തിന്നു, അദ്ദേഹം വീണു. അപ്പോഴാണ് ജിന്നുകൾക്ക് സുലൈമാൻ നബി മരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞത്. ഇവർ ഈ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ എന്ന് പറഞ്ഞെങ്കിൽ അവർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്യുന്ന ജോലി എന്താ, കുറച്ച് സമയം കൊണ്ട് തന്നെ ഭാരിച്ച വലിയ ജോലിയാണ് ചെയ്യുന്നത്. ആര്? ജിന്നുകൾ ചെയ്യുന്നത്. അപ്പോൾ അവർ പിന്നെ അതുകൊണ്ടായിരിക്കാം മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ എന്ന് പറഞ്ഞത്. ഈ ഫിൽ അദാബിൽ മുഹീൻ ഇങ്ങനെ മാ ലബിസു എന്ന് പറഞ്ഞ കാരണത്താലാണ് ചിലരിത് വർഷം ഒന്ന് നീണ്ടുന്നു അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ടു നിന്നു എന്നൊക്കെ പറയുന്നത്. അത് പിന്നെ ശരിയല്ല എന്നുള്ളതാണ് തഫ്സീറുകൾ പറയുന്നത്. കുറേ കഥകൾ
ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്തല്ല ഒരു ബലപ്പെട്ട ഒരു വിഷയമല്ല അതൊന്നും. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളത് അങ്ങനെ തന്നെ പിന്നെ പറയുന്നത് ഒരു യുക്തി തോന്നുന്നില്ല. അല്ലെങ്കിൽ ഈ വിഷയത്തിലൊക്കെ കുറേ കഥകളുണ്ട്, തഫ്സീറുകളിലൊക്കെ പല കഥകൾ ഇതിലൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് വിശ്വാസപരമായിട്ടുള്ള ചില വിഷയങ്ങൾ ഇവിടെ നമുക്ക് പഠിക്കാറുണ്ട്. അതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട വിഷയം. അതിലൊന്ന് ഗൈബ് അറിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. ചില തഫ്സീറുകളിൽ പറയാണ് ജിന്നുകൾ അവരുടെ ഭാഷയാണത് അല്ലൗഖാനി യഅലമൂന അൽ ഗൈബ്, അവർ ഗൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ മലബിസു ബിൽ അദാബിൽ മുഹീൻ. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകളുടെ വിഷയം ഇവിടെ ഇങ്ങനെ പറഞ്ഞത്? ജിന്നുകളല്ലാത്ത സൈന്യങ്ങളും ആർക്കുണ്ട്? സുലൈമാൻ നബിക്കുണ്ട്. ജിന്നുകളല്ലാത്തവരുണ്ട്. പക്ഷെ ജിന്നുകളുടെ വിഷയം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന ആ കാലഘട്ടത്തിലും അതിനു മുമ്പും ജിന്നുകളെ ഉപയോഗിച്ച് ജ്യോത്സ്യന്മാർ എന്ത് ചെയ്യുമായിരുന്നു? ജ്യോത്സ്യന്മാർ പിന്നെ ആളുകളെ ചൂഷണം ചെയ്യുമായിരുന്നു. ഈ ഭാവി പ്രവാചകന്മാർ, അതേപോലെ തന്നെ ഈ ഹസ്തരേഖ, അതേപോലെ തന്നെ മണൽ വരച്ചും ഒക്കെ ഗണിച്ചും ഒക്കെ പ്രവചിക്കുന്നവർ അത് അക്കാലഘട്ടത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ജിന്നുകളെ ഉപയോഗിച്ചിട്ടായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? ഈ ജ്യോത്സ്യന്മാർ ഇവരുടെ ഈ പണിയൊക്കെ ചെയ്തിരുന്നത്. മക്കത്തെ മുശ്രിക്കീങ്ങൾ പ്രത്യേകിച്ച് ആ വിഷയത്തിൽ തികഞ്ഞ അന്ധവിശ്വാസത്തിലായിരുന്നു. തികഞ്ഞ അന്ധവിശ്വാസം. കഹാന എന്നാണ് ഇതിന് പറയാം. കഹാന എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യം. പിന്നെ കാഹിൻ അറാഫ്, റമ്മാൽ, ഇങ്ങനെ പല പേരുകളാണ്. കാഹിന്, അറാഫ്, റമ്മാൽ, സാഹിർ, നേരിയ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒക്കെ ഒരു ഇതാണ്. ഇവരിൽ ഭയങ്കര അന്ധവിശ്വാസമായിരുന്നു. എന്താ ഇത്? ഈ കാഹിന്, ജ്യോത്സ്യൻ, ഇവർ ജിന്നുകളെ എന്ത് ചെയ്യും? പിന്നെ സ്വാധീനിച്ച് പ്രസാദിപ്പിച്ച് ജിന്നുകളെ കൊണ്ടുവന്ന് ഈ ഭാവി പ്രവചനം നടത്തുന്ന അവസ്ഥയായിരുന്നു അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അത് അറബികളുടെ ചരിത്രത്തിൽ നമ്മൾ പണ്ട് ചരിത്രത്തിൽ വായിക്കും. അതേപോലെ തന്നെ ഇസ്ലാം മതങ്ങൾ നിയുക്തമായ കാലഘട്ടത്തിൽ വായിക്കും. എത്രത്തോളം തങ്ങൾക്കിടയിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരത്തിന് വരെ മക്കാർ പോയിരുന്നത് ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്കാണ്. അബ്ദുൽ മുത്തലിബ് സംസമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സംസം കിണർ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലശേഷം പിന്നെ പിൽക്കാലങ്ങളിൽ കിണർ മൂടപ്പെട്ടിട്ടുണ്ട്. സംസം കിണർ മൂടപ്പെട്ടിട്ടുണ്ട്. സംസം കിണർ എന്ന ഒരു അനുഗ്രഹം മക്കത്തുണ്ടായിട്ടും നൂറ്റാണ്ടുകൾ ആ അനുഗ്രഹം ഉപയോഗിക്കാൻ ആർക്കും അവസരം ഉണ്ടായിട്ടില്ല. മക്കാർക്ക് അവസരം ഉണ്ടായിട്ടില്ല. കിണർ മൂടപ്പെട്ടിരുന്നു. അബ്ദുൽ മുത്തലിബ് കാബയുടെ നേതൃത്വത്തിൽ, മക്കയുടെ നേതൃത്വത്തിൽ വരുന്ന കാലഘട്ടത്തിലും സംസം മൂടപ്പെട്ടിട്ടുണ്ട്. സംസം അവർക്ക് ഉപയോഗിക്കാൻ കിട്ടിയിരുന്നില്ല. അങ്ങനെ അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ കാബയുടെ ഹിജറിൽ താമസിക്കുമ്പോൾ കിടക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണാണ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തോട് പറയുകയാണ് സ്വപ്നത്തിൽ ഒരശരീരി ത്വയ്ബ കുഴിക്കാൻ പറയണം. അപ്പോൾ ഒമാ ത്വയ്ബ, എന്താണ് ത്വയ്ബ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബ് എഴുന്നേൽക്കുമ്പോഴേക്ക് ആ ശരീരി മറിയാണ്, ആളും ആ ശരീരി മറിയാണ്. പിന്നെ അടുത്ത ഒരു ചാൻസിൽ ഇതേപോലെ അദ്ദേഹം കിടക്കുമ്പോൾ പറയുന്നത് ഇഹ്ഫർ ബറ എന്നാണ്. ബറ കുഴിക്കാൻ പറയാണ്. അപ്പോഴും അബ്ദുൽ മുത്തലിബ് ഉണർന്നിട്ട് വമാ ബറ എന്ന് ചോദിക്കുമ്പോഴേക്ക് അത് ആ ശരീരം തീരെയാണ്. പിന്നെ പറയാണ് ഇഹ്ഫർ മദ്ലൂന കുഴിക്കാൻ പറയാണ്. സംസമിൻ്റെ വിവിധ പേരുകളാണ് അതിൻ്റെ പ്രത്യേകതകൾ പരിഗണിച്ച്. അപ്പോഴും വമാ മദ്ലൂന എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബ് എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ആ ശരീരം നിൽക്കുകയാണ്. പിന്നെ ഒരിക്കൽ അബ്ദുൽ മുത്തലിബിനോട് ഇതേപോലെ ഹിജറിൽ കിടക്കുമ്പോൾ ഇഹ്ഫർ സംസം കുഴിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വമാ സംസം എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ അവിടെ ആ ശരീരം തുടരുകയാണ്. അതിൽ പറയുന്നത് ഇന്ത ഖറിയത്തിൻ നംൽ എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ സ്ഥലം, ഉറുമ്പുള്ള സ്ഥലം എന്നാണ്. അവിടെയാണ് ബൈനൽ ഫർസി വദ്ദം, ഫർസിൻ്റെയും ദമിൻ്റെയും ഇടയിലാണ്. ഫർസ് എന്ന് പറഞ്ഞെങ്കിൽ ചാണകമാണ്, ദം പറഞ്ഞാൽ രക്തമാണ്. ഫർസിൻ്റെയും ദമിൻ്റെയും ഇടയിൽ ഖുറാബിൽ ആസം, അൽ ഖുറാബുൽ ആസം ഒരു പ്രത്യേക കാക്കയാണ്. ആ കാക്ക കൊത്തുന്നിടത്ത് എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് ഇതാണ് പറയുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിന് കൂടുതൽ വ്യക്തത കിട്ടി. സംസം കുഴിക്കണം, അതെവിടെയാണ്? അത് ബൈനൽ ഫർസി വദ്ദം, രക്തവും ചാണകമുള്ള ഇടത്താണ്. ഖറിയത്തുൻ നംലിൻ, ഉറുമ്പുകളുള്ള ഇടത്താണ്. പിന്നെ അൽ ഖുറാബുൽ ആസം, ഈ അൽ ആസം കാക്ക കൊത്തുന്നിടത്താണെന്ന്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യാണ്? ഇങ്ങനെ തെരയാണ്
ഷാബാണല്ലോ, മലഞ്ചെരുവാണല്ലോ, അവിടെ ഇങ്ങനെ തെരയുമ്പോൾ ഓരോരുത്തർ ഉറുമ്പിൻ്റെ കൂട്ടത്തെ കണ്ട്, അവിടെ ഒരു കാക്ക കൊത്തുന്നത് കണ്ട്. ഇനി എന്ത് വേണം അവിടെ? ആ ചാണകവും രക്തം വരണം. ഒരു ഒട്ടകം വെകളിയെടുത്ത് പിന്നെ പാഞ്ഞ് വന്ന് അതിനെ ഉടമസ്ഥൻ അതിൻ്റെ പിന്നാലെ ഉണ്ട്. എന്ത് ചെയ്തു? ഈ അവിടെ അട് വീണ് ഒട്ടകത്തിനെ ഉടമക്ക് പിടിക്കാനും കിട്ടി. ഈ ഒട്ടകത്തെ എന്ത് ചെയ്തു? അയാൾ അവിടെ അറുത്ത് അതിനെ അവിടെ വെച്ച് വീതിക്കുകയാണ്. അതോടുകൂടി രക്തമായി, ഈ പറയപ്പെട്ട ചാണകമായി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്യണം? ആ സ്ഥലം കിളക്കുകയാണ്. അന്ന് അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ, അൽ ഹാരിസ്. അബ്ദുൽ മുത്തലിബിന് അദ്ദേഹത്തിൻ്റെ സമുറ എന്ന് പറയുന്ന ഭാര്യയിൽ അൽ ഹാരിസ് എന്ന് പറയുന്ന കുട്ടിയുണ്ടായിരുന്നത്. ഈ ഹാരിസിനെയും കൂട്ടി വന്ന് അബ്ദുൽ മുത്തലിബ് അവിടെ കുഴിച്ച് വന്നപ്പോൾ ആദ്യം ഇത് കണ്ട്, കിണറിൻ്റെ പാമ്പീരിയുണ്ട്. പിന്നെ വെള്ളം കണ്ട്, വെള്ളം നിർഗളിക്കാണ്, സംസം നിർഗളിക്കാണ്. അപ്പോൾ അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി അബ്ദുൽ മുത്തലിബ്. അപ്പോഴത്തേക്ക് കുറേശികൾ ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ വെള്ളമാണ്. അപ്പോൾ കുറേശികൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ്, അബൽ ഹാരിസ്, അബ്ദുൽ മുത്തലിബ്, ഇത് ഞങ്ങളുടെ കൂടി വാപ്പാൻ്റെതാണ്. ഞങ്ങളുടെ വാപ്പയാണ് ആര്? ഇസ്മായിൽ. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ് എല്ലാ കുറേശി ഗോത്രങ്ങളും. ബനു മഖ്സൂമും ബനു തൈമും ബനു അസദും ബനു സഹ്റയും ബനു ജമഹും പിന്നെ എല്ലാവരും കുറേശികളല്ലേ. ഞങ്ങളുടെ വാപ്പാൻ്റെ കൂടിയാണിത്, അതുകൊണ്ട് ഇതിൽ ഞങ്ങളെയും കൂടി പങ്കാളികളാക്കണം എന്നവർ പറഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞ്, ഇത് എനിക്ക് വെളിപാടുണ്ടായിട്ട് ഞാൻ കുഴിച്ചതാണ്, അതുകൊണ്ട് ഇത് എനിക്കുള്ളതാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കൂല. അതോടുകൂടി പിന്നെ എന്തായി? അന്ന് തല്ലല്ലേ, അതിലേക്കുള്ളതായി. അപ്പോൾ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഇതൻ നതഹാക്കം, നമുക്ക് വിധി തേടാം. ഇലാമൻ നതഹാക്കം, നമുക്ക് ആരോട് വിധി തേടാന്നൊക്കെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് വിധി തേടൽ ആരിലേക്കാണ്? അന്ന് വിധി തേടൽ ജ്യോത്സ്യന്മാരിലേക്കാണ്. ജ്യോത്സ്യന്മാർ ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കും, എന്നിട്ട് അവരുടെ ഈ പിന്നെ ജിന്നിനെ ഉപയോഗിച്ച് ആ ജിന്നിനെ പറയുന്ന പേര് റഈ എന്നാണ്. റഈ എന്ന് പറയും. ഇത് പിന്നെ ജിന്നുകൾ ജ്യോത്സ്യന്മാർക്ക് വിവരങ്ങൾ കൊണ്ടെത്തിക്കുന്ന പിന്നെ ജിന്നുകളുടെ ഒരു വിഭാഗമാണ് റഈ. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, എങ്കിൽ നമ്മൾ സാധാരണ വിധി തേടുന്ന ബനു സഅദിലെ കഹനത്തിനോട് തേടാം, ബനു സഅദ് ഗോത്രത്തിലെ കഹനയോട് തേടാം എന്ന് പറഞ്ഞു. ബനു സഅദ് ഗോത്രത്തിലെ കഹന എവിടെയുള്ളത്? മക്കത്തല്ല, പിന്നെയോ ഷാമിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അബ്ദുൽ മുത്തലിബ് പണി നിർത്തി ഖുറൈശികളോടൊപ്പം ഇനി എവിടേക്ക് പോവുകയാണ്? ഷാമിലേക്ക് പോവുകയാണ്. ഇത് ഇമാം ഇബ്നു ഇസ്ഹാഖ് വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സംഭവം. അങ്ങനെ ഷാമിലേക്ക് പോകുമ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ വിധി തേടാൻ വേണ്ടിയിട്ട് ജ്യോത്സ്യൻ എവിടെയുള്ളത്? ജ്യോത്സ്യനുള്ളത് ഷാമിലാണ്. ഷാമിലേക്ക് പോകുമ്പോൾ ഇവർ വഴിയിൽ വെള്ളമില്ലാതെ പിന്നെ പ്രയാസപ്പെട്ടതും, അങ്ങനെ ഓരോരുത്തരും പിന്നെ മരണം മുന്നിൽ കാണുന്ന അവസ്ഥ വന്നു. അങ്ങനെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ അടുക്കൽ ഓരോ കുഴി കുത്താൻ പറഞ്ഞ്. എന്നിട്ട് ആരാണ് മരിക്കണത്? അതിൽ ജീവനുള്ളവൻ മരിക്കാത്തവനെ ഈ കുഴിയിലേക്ക് വീഴ്ത്തിയിട്ട് മണലിട്ട് മൂടാനോ പറഞ്ഞ് അങ്ങനെ ഒരുത്തരും കുഴി കെട്ടി മരണം മുന്നിൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് വീണ്ടും പറഞ്ഞു, ഇതൊരു ബുദ്ധിയല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിന്നെ എന്തെങ്കിലും പിന്നെ 4 അടി വെച്ചിട്ടുണ്ടെങ്കിൽ രക്ഷ കിട്ടുമെങ്കിൽ നമുക്കതിനുള്ള വഴി കാണാം. എന്തായാലും മരണം നമുക്ക് ഏൽക്കേണ്ടതാണ്, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് മരിക്കേണ്ട, നമുക്ക് നടന്ന് പോയി വല്ല രക്ഷയും തേടാമെന്ന നിലക്ക് പോകുമ്പോഴാണ് അബ്ദുൽ മുത്തലിബിന് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ കുതിരയെ തെളിച്ചപ്പോൾ അവിടെ വെള്ളം കാണുകയും അങ്ങനെ പിന്നെ അത് കണ്ടപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഈ ഇല്ലായ്മയുടെ ഈ മരുപ്പറമ്പിൻ്റെ വിജനതയിൽ അബ്ദുൽ മുത്തലിബ് താങ്കൾക്ക് വെള്ളം നൽകിയ അള്ളാഹു താങ്കൾക്ക് കനിഞ്ഞ അനുഗ്രഹമാണ് എന്ത്? സംസം കുഴിക്കാനുള്ള അനുഗ്രഹം. അതുകൊണ്ട് ഇനി നമ്മൾ ബനു സഅദിലെ ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക് പോകണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടുന്ന് പിരിയാം, സംസം നിങ്ങൾക്ക് പഠിച്ചോൻ തന്നതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവരവിടുന്ന് മടങ്ങുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വരുന്നത്, മക്കത്ത് അവർ പ്രത്യേകിച്ച് ആശ്രയിച്ചിരുന്ന ആരെ? ഈ ജ്യോത്സ്യന്മാർ ജിന്നിനെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുമായിരുന്നു? ഈ അദൃശ്യ വൃത്താന്തങ്ങൾ പ്രവചിക്കുമായിരുന്നു, അദൃശ്യ കാര്യങ്ങൾ പ്രവചിക്കുമായിരുന്നു. അതിനവർ പോകുമായിരുന്നു. അതാണ് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്, അബ്ദുൽ മുത്തലിബിൻ്റെ സംഭവം. ഈ കുറേ ചരിത്രങ്ങൾ ഈ വിഷയത്തിലുണ്ട്. സതീഹ്, അതേപോലെ ഷിഖ്, സതീഹ് എന്ന് പറഞ്ഞിട്ടൊരു പിന്നെ ജ്യോത്സ്യൻ, അതേപോലെ തന്നെ ഷിഖ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ജ്യോത്സ്യൻ. അറബികളിൽ ഏറ്റവും
നിപുണരും അതേപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമായിട്ട് അവർ അന്ധമായി വിശ്വസിക്കുകയും ചെയ്തിരുന്ന രണ്ടാളുകളായിരുന്നു ഈ സതീഹും ഷിഖും. പ്രത്യേകിച്ച് അതിൽ ഷിഖ് ബിനു സഅദ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ, ഷിഖ് ഇബ്നു സഅബ് ഇബ്നു യഷ്കുരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, മുഴുവൻ പേര്, ഇയാളുടെ മുഴുവൻ പേര്. ഷിഖ് എന്നൊക്കെ പറയാൻ കാരണം ഷിഖ് എന്താ? ഷിഖ് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പകുതിയാണ്. ഇയാൾക്ക് ഒരു കൈയും ഉണ്ടായിരുന്നില്ല, ഒരു കാലും ഉണ്ടായിരുന്നില്ല, ഒരു കണ്ണും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജന്മന ഒരു കാലുമില്ല, ഒരു കയ്യുമില്ല, ഒരു കണ്ണുമില്ല. അതുകൊണ്ടാണ് ജന്മന അയാൾക്ക് പേരന്നെ ഷിഖ് എന്ന് വന്നത്. ഇയാളാണ് അറബികളുടെ ഏറ്റവും വലിയ ജ്യോത്സ്യൻ, ഏറ്റവും വലിയ ജ്യോത്സ്യൻ. അയാളുടെ പ്രത്യേകത, ഇതൊക്കെ ആരെങ്കിലും ഇപ്പോൾ ക്ലിപ്പാക്കിയിട്ടിട്ട് ഈ ചരിത്രം അറിയാതെ, പക്ഷേ ഇത് ഇത്തരം ചരിത്രങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതിലാണ്ടാണ് എന്ത് ചെയ്യുന്നത്, പല ആളുകൾക്കും പല വിഷയങ്ങളും ഈ കുറേ പിന്നെ ദുർവ്യാഖ്യാനങ്ങളും അതേപോലെ തന്നെ ഈ അജ്ഞത കൊണ്ടുള്ള പിന്നെ കുറേ വളമ്പലൊക്കെ വരുന്നത്. പിന്നെ ഒരു ദിവസം റബിയ ഇബ്നു നസർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജാവ്, അയാളൊരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നം അയാളെ ഭയങ്കര പേടിപ്പിച്ചു, ഭീതിയിലകപ്പെടുത്തി. ആ ഭീതിയിലകപ്പെടുത്തിയപ്പോൾ അന്ന് ഈ പണി ചെയ്യുന്ന ആളുകൾ കുറേ ഉണ്ട്, നാട്ടിൽ കുറേ ആളുകളുണ്ട്. അവരൊക്കെ വിളിച്ചു കൂട്ടിയെന്നാണ്. എന്നിട്ട് റബിയ പറയാണ്, ഞാനൊരു സ്വപ്നം കണ്ട, ആ സ്വപ്നം എന്നെ ഏറെ ഭീതിയിലകപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കണ്ട സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും പറയണമെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ അവരൊക്കെ പറഞ്ഞു, അഖ്ബിർ അൻ റുയാക്ക് അഖ്ബിർന നുഖ്ബിറുക്, താങ്കൾ കണ്ട സ്വപ്നം പറയൂ, വ്യാഖ്യാനം ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞ് ഇവരൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, ഞാൻ കണ്ട സ്വപ്നം ഞങ്ങളോട് പറയില്ല, ഞാൻ കണ്ട സ്വപ്നം എന്താ അത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം, പിന്നെ അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞെന്ന് അദ്ദേഹം ശടിച്ചതാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞതാണ്, എന്നാൽ ഒന്നുകിൽ നിങ്ങൾ സത്തീഹനെ അല്ലെങ്കിൽ ഷിഖിനെ സമീപിക്കാൻ പറയണം. അങ്ങനെ ഇവരെ വിളിപ്പിക്കപ്പെട്ടു. സത്തീഹ പിൻവാങ്ങി, പക്ഷേ ഷിഖ് ഏറ്റെടുത്ത്. ഷിഖ് ഈ റബിയ കണ്ട സ്വപ്നവും പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത്. ആ സ്വപ്നം ഷിഖ് പറഞ്ഞത്, റഅയ്ത ഹുമമതൻ ജാഅത് മിൻ റഅയ്ത ഹുമമ ജാഅത് മിൻ ദുൽമ വഖഅത് ബൈന റൗദത്തിൻ വകമമ തഅകുലു കുല്ല ദാതി നസമ തഅകുലു കുല്ല ദാതി നസമ. ഈ ജ്യോത്സ്യന്മാരല്ലേ, ജ്യോത്സ്യന്മാരങ്ങനെ പറയുള്ളൂ, പ്രാസപ്പിച്ചിട്ടുള്ള വർത്താനേ പറയുള്ളൂ. റഅയ്ത ദുൽമ റഅയ്ത ഹുമമ ജാഅത് മിൻ ദുലമ വഖഅത് ബൈന റൗദത്തിൻ വകമമ അകലത് ദാത കുല്ല നസമ, ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അതായത് നിങ്ങൾ കണ്ടത് ഹുമമയാണ്. ഹുമമ എന്നാണ് കറുത്ത കരിക്കട്ട, അത് കണ്ട്. അത് ദുൽമയിൽ നിന്നാണ് വന്നത്, ഇരുട്ടിൽ നിന്ന്. അത് എല്ലാ തോട്ടങ്ങളുടെയും മലകളുടെയും ഇടയിൽ പതിച്ചു, പിന്നെ ജീവനുള്ളതിനൊക്കെ അത് തിന്നു എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞത്. അതിൻ്റെ ഒരു വിഷയം പറഞ്ഞത്, ആ സ്വപ്നം പറഞ്ഞത്. പിന്നെ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. അതായത് പിന്നെ ഈ സുഡാൻ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഒരു വിഭാഗം ആളുകളാൽ ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് അത് പറഞ്ഞത്. അതിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തെക്കുറിച്ചും അയാൾ പറഞ്ഞു എന്നാണ്, ഈ ഷിഖ് ഇബ്നു പിന്നെ സഅദ്. അപ്പോൾ റബിയ പറയുന്നുണ്ട്, ഞാൻ കണ്ട സ്വപ്നങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ റബിയ സംസാരം തുടർത്തുന്നുണ്ട് ആ വിഷയത്തിൽ. ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പിന്നെ ജ്യോത്സ്യന്മാരിൽ അന്ധമായ വിശ്വാസമായിരുന്നു ആർക്കുണ്ടായിരുന്നത്? അറബികൾക്കുണ്ടായിരുന്നത്, ഖുറൈശികൾക്കുണ്ടായിരുന്നത്. ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് നമ്മളിപ്പോൾ ഹദീസിൽ വായില്ലേ, വ ഇലൈക ഹാകം തു, എത്ര ദുആകൾ വായിക്കും? നിന്നിലേക്ക് മാത്രമാകുന്നു ഹാകം തു, ഞാൻ വിധി തേടുന്നത്. എന്തിനാണ് പഠിപ്പിച്ചത്? അന്ന് വിധി തേടിയിരുന്നത് ആരിലേക്കായിരുന്നു? ഈ ജ്യോത്സ്യന്മാരിലേക്കായിരുന്നു. ഇവർ ഭാവി പറയും എന്ന നിലക്ക് ജിന്നുകൾ ഇവരെ സഹായിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെയായിരുന്നു അവർ പിന്നെ അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത് പറയുന്നത്. എന്ത് ഫലമ്മ ഖറ തബയ്യനത്തിൽ ജിന്നു അല്ലൗ കാനു യഅലമൂനൽ ഗൈബ് മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ. ഗൈബ് തങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ജിന്നുകൾ തന്നെയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഗൈബ് അറിയില്ല എന്നുള്ളത്. എന്തുകൊണ്ട് ജിന്നുകൾക്ക് ഗൈബ് അറിയില്ല എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഊന്നി പറഞ്ഞു. അത് മക്കക്കാരുടെ പ്രത്യേകിച്ച് ഈ അന്ധവിശ്വാസത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഈ ജ്യോത്സ്യന്മാരുടെ വിഷയം പറഞ്ഞത്, ജ്യോത്സ്യന്മാർ ശരിക്ക് ജിന്നി പിശാചുക്കളെ ആശ്രയിച്ചാണ് അവരുടെ പിന്നെ ഈ പ്രവചനങ്ങൾ നടത്തുന്നത്. അദൃശ്യ വർത്തമാനങ്ങൾ അവർ
അറിയുമെന്ന് വ്യാജമായി ജൽപ്പിച്ചിട്ട് ഇവരെ ഉപയോഗിച്ചിട്ടാണ് ജിന്നു പിശാചുകളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യും? അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകൾ കട്ട് കേൾക്കും. കട്ട് കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരെ പ്രസാദിക്കുന്ന ഈ ജ്യോത്സ്യന്മാർക്ക് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പിന്നെ ഒരു വിഷയം ഉണ്ടല്ലോ, ഷിക്കിൻ്റെ ഒക്കെ വിഷയം പറഞ്ഞില്ലേ. അങ്ങനെ ഈ ജിന്നുകൾക്ക് അത് സാധ്യമാകുന്നത് അവർ കള്ളന്മാരാണ്, കട്ട് കേൾക്കുന്നവരാണ്. അങ്ങനെയുള്ള ജിന്നുകളെ ആശ്രയിക്കുന്ന അവസ്ഥയായിരുന്നു മക്കൾക്കാർക്കുണ്ടായിരുന്നത്, ഖുറൈശികൾക്കുണ്ടായിരുന്നത്. ഇമാം ബുഖാരിയൊക്കെ നിവേദനം ചെയ്യുന്ന ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിരുന്നു. സവാദ് ബിനു ഖാരിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ. സവാദ് ബിനു ഖാരിബ് ഒരു വളരെ സുന്ദരനായിരുന്നു. സവാദ് ബിനു ഖാരിബ് ഇദ്ദേഹം ജാഹിലിയത്തിൽ ജ്യോത്സ്യനായിരുന്നു, മക്കക്കാരുടെ ജ്യോത്സ്യനായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇദ്ദേഹത്തെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ അവിടുത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, ഒരു വ്യക്തിയെ അളന്ന് പറയുന്നതിന് ഉമറിൻ്റെ കഴിവ്, ഫറാസത്ത്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പിന്നെ മുട്ടിലൂടെ നടന്നു പോകുന്ന സവാദ് ബിൻ ഖാരിബിനെ കണ്ടപ്പോൾ അദ്ദേഹം ജാഹിലിയത്തിലെ ജ്യോത്സ്യനായിരുന്നു, കാഹിനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അയാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ല, ഏതായാലും സവാദിനെ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ ഉമർ പറഞ്ഞ പോലെ തന്നെ ജാഹിലിയത്തിലെ ജ്യോത്സ്യനായ സവാദാണ്. അപ്പോൾ സവാദ് വന്നപ്പോൾ റസൂലുള്ളാഹി അല്ല ഉമർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ റഈയ് അല്ലെങ്കിൽ റഈയ്, നിങ്ങളുടെ റഈയ് പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് പറയണം. അപ്പോൾ എന്താ, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയുക്തമായപ്പോൾ സവാദ് ബിൻ ഖാരിബിനോട് അദ്ദേഹം പ്രസാദിപ്പിച്ചിരുന്ന ജിന്ന് റഈയ് അന്ന് പറഞ്ഞ കാര്യമാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഞാൻ ഒരു ഇമാം ബുഖാരി കൊടുക്കുന്നുണ്ട്. അലം തറൽ ജിന്ന വ ഇബ്ലാസഹ വയസഹ മിൻ ബഅദി ഇൻകാസിഹ വഖുലൂസുഹ ഇലൽ ഇബ്ലി വ അഹ്ലാസിഹ എന്നൊക്കെ പറഞ്ഞൊരു കവിതയാണ്. അതായത് ജിന്നുകൾക്ക് മാനം കയറാൻ കഴിയുന്നില്ല, മാനത്തുനിന്ന് കട്ട് കേൾക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിവരം ഉണ്ടല്ലോ, അത് ഈ കവിതയിൽ അതാണ് അതിൻ്റെ വിഷയം. അത് ഈ സവാദിനോട് വന്ന് പറഞ്ഞതാണ്. ഉമറിനോട് ആര് പറയണത്? ഈ സവാദ് പറയണത്. ഇമാം ബുഖാരി സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ജ്യോത്സ്യന്മാരുടെ വിളയാട്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുമ്പോൾ മക്കയിൽ. ജ്യോത്സ്യന്മാരിലേക്കായിരുന്നു ഇവർ വിധി തേടിയിരുന്നത്. ജ്യോത്സ്യന്മാരെയായിരുന്നു ഭാവി പ്രവചനത്തിനൊക്കെ ഇവർ ആശ്രയിച്ചിരുന്നത്. അങ്ങനെ അവർ ഗൈബ് തങ്ങൾക്കറിയുമെന്ന് വാദിച്ചിട്ട് ആളുകളെ ചൂഷണം ചെയ്യായിരുന്നു. ആളുകളുടെ പിന്നെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്നവരായിരുന്നു ജ്യോത്സ്യന്മാർ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഈ ജ്യോത്സ്യനെ സമീപിച്ചിട്ട് സത്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചു എന്നൊക്കെ ശക്തമായി പറയാൻ കാരണം ഈ ഒരു അന്ധവിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഈ മാരണക്കാരുടെ വിഷയത്തിൽ, അതേപോലെ ഈ അറാഫീങ്ങൾ ഭാവി പ്രവാചകന്മാരുടെയൊക്കെ വിഷയത്തിലൊക്കെ പറഞ്ഞത് ഈ അന്ധവിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവർ തങ്ങൾക്കുണ്ട് എന്ന് വാദിക്കുന്നതിൽ ഏറ്റവും വലിയ വിഷയം എന്താണ്? ഇതാണ്, തങ്ങൾക്ക് ഗൈബ് അറിയും എന്നുള്ള വിഷയമാണ്. ഗൈബ് അള്ളാഹുവിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഗൈബ് ഒരാൾക്കും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഒരു കുതിരപ്പുറത്ത് വന്നൊരു സംഭവമുണ്ട്. ഇമാം ഹാക്കിമും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ അത്ഭുതമാണ്. ഒരാൾ കുതിരപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഈ കുതിരൻ്റെ വേക്കിൽ അതിൻ്റെ പെൺകുതിരയുണ്ട്. ആ പെൺകുതിര ഗർഭിണിയാണ്. ഇയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, മൻ അൻത്, താങ്കൾ ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബി, ഞാൻ നബിയാണ്. അപ്പോൾ വമൻ നബി, എന്താ ഈ നബി? അയാൾ അപ്പോൾ പറഞ്ഞ റസൂലുള്ള, അള്ളാഹിൻ്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്ത്. അപ്പോൾ ഉടനെ അയാൾ മതസാ, അന്ത്യനാൾ എപ്പോഴായിരിക്കും? അപ്പോൾ റസൂൽ പറയുന്നത് ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അത് ഗൈബാണ്, ഗൈബ് അള്ളാഹ്ക്കേ അറിയൂ. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് അടുത്ത ചോദ്യം, മതാ നുംതർ, നമുക്ക് എപ്പോൾ മഴ കിട്ടും? അപ്പോൾ റസൂൽ പറഞ്ഞു ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, ഈ പെണ്ണോട്ടകത്തെ ചൂണ്ടിയിട്ട് ഇതിൻ്റെ വയറ്റിലുള്ളത് എന്താണ് ചോദിക്കുകയാണ്. ഈ പെണ്ണോട്ടകത്തിൻ്റെ വയറ്റിലുള്ള കുട്ടി എന്താണ് ചോദിക്കാൻ. അപ്പോൾ റസൂൽ പറയുന്നത് ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അത് ഗൈബാണ്, അള്ളാഹ്ക്കേ ഗൈബ് അറിയും എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ പറയുന്നത് ആതിനി സൈഫക്, താങ്കളുടെ കയ്യിലുള്ള വാള് തരൂ എന്ന് പറയുന്നത്. അപ്പോൾ റസൂൽ പറയുന്നത് എന്നാ പിടിച്ചു വാർട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ വാള് കൊടുത്തപ്പോൾ റസൂൽ അയാളോട് പറയുന്നത് ഇന്നക ലാ തസ്തതിഉ അൻ തഫ്അല മാ തുരീദ്, പക്ഷേ താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾക്ക് സാധിക്കില്ല എന്ന് പറയാണ്. അതിന് സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു. അയാൾ പറയാണ്, പിന്നെ ഞാൻ ചോദ്യകർത്താവായി ചെന്ന് വാളുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാനാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ, അയാൾ അവിശ്വാസിയാണ്, വധിക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് സാധിച്ചില്ല അതിന്.
ഈ ഒരു സംഭവം നോക്കി നിങ്ങളാര് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് അയാളോട് 3 തവണ ഗൈബുൻ ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്, അത് ഗൈബാണ്, ഗൈബ് അല്ലാഹ്ക്കേ അറിയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അളവിൽ ഗൈബ് അറിയില്ല എന്നുള്ളത് ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ് മൻ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യഅലമു അൽ ഗൈബ് ഫഖദ് അഅദമ അലല്ലാഹിൽ ഫിരിയ എന്നാണ്. ആരെങ്കിലും റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയുമെന്ന് വാദിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹിനെ കുറിച്ച് കൊടിയ കളവാണ് കെട്ടി പറയുന്നത് എന്ന് പറഞ്ഞില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ അറിയില്ല ഗൈബ എന്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെ നടന്ന സംഭാഷണം. ഉമ്മുൽ അലാൽ അൻസാരിയുടെ വീട്ടിലായിരുന്നു ഉസ്മാൻ ബിൻ മദ്ഊൻ, മുഹാജിറാണല്ലോ. അൻസാരിയത്തായ ഉമ്മുൽ അലാലിൻ്റെ വീട്ടിലായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു താമസം. അങ്ങനെ ഉസ്മാൻ ബിൻ മദ്ഊൻ രോഗിയായി കിടന്ന് അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ രോഗസന്ദർശനത്തിന് വന്നപ്പോൾ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിരുന്നു. റസൂലുള്ള കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ചുംബനം നൽകിയത്. അപ്പോൾ ഉമ്മുൽ അല പറഞ്ഞു ഉസ്മാൻ ബിൻ മദ്ഊനെ വിളിച്ചിട്ട് യാ അബസ്സായിബ് ലഖദ് അക്രമകല്ലാഹ്, അള്ളാഹു തീർച്ചയായും താങ്കളെ ആദരിച്ചിരിക്കുന്നു എന്നൊക്കെ പിന്നെ ഉസ്മാൻ ബിൻ മദ്ഊനെ വിളിച്ചിട്ട് ഉമ്മുൽ അല പറഞ്ഞപ്പോൾ റസൂലുള്ള പറയാണ് വമാ യുദ്രീക അന്നല്ലാഹ ഖദ് അക്രമഹു, ഉസ്മാൻ ബിൻ മദ്ഊനെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്നിങ്ങനെ തീർപ്പ് പറയാൻ നിങ്ങൾക്ക് എന്തറിവാണുള്ളത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉമ്മുൽ അല പറയാണ് പിന്നെ അള്ളാഹു പിന്നെ ആരെ ആദരിക്കും? കാരണം ഉസ്മാൻ ബിൻ മദ്ഊൻ മുഹാജിറായി വന്ന് ഇവിടെ വെച്ച് മരണപ്പെട്ടല്ലേ, പിന്നെ അള്ളാഹു ആരെ ആദരിക്കുന്നു? ഈ റസൂലുള്ള പറയാണ് വല്ലദീ നഫ്സി ബിയദി, അള്ളാഹുവാണ് സത്യം, ലാ അദ്രി മാ യുഫ്അലു ബി വലാ ബികും, എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് അള്ളാഹു എന്ത് ചെയ്യും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല. എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ചില അനുബന്ധങ്ങൾ പറഞ്ഞപ്പോൾ ഉമ്മുൽ അല പറയാണ് ഇനി ആ ഒരാളെയും പ്രശംസിച്ച് പറയില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, കൈമലർത്തുന്ന ഒരു അവസ്ഥ ഉണ്ട് അവിടെ റസൂലുള്ള പറയാണ് എനിക്കെന്ത് നാളെ, നിങ്ങൾക്ക് എന്ത് നാളെ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് വരെ അറിയില്ല ഗൈബ്, അദൃശ്യം എന്നുള്ളത്. എന്നിട്ട് നമ്മളാ ആളുകൾ പറയുന്നത് എന്താ, നമ്മളാളുകൾ പറയുന്നത് എല്ലാം അറിയുമെന്നുള്ളതാണ്. അത് റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്തിട്ടൊരു കവിത ഉണ്ടല്ലോ, എന്താണ് വഉല്ലിമ നബ്തുൽ അർളി കം മിൻ നബാതത്തിൻ വഉല്ലിമ റംലുൽ അർളി കം ഹുവ റംലതി വഉല്ലിമ ഇൽമുല്ലാഹി അഹ്സാ ഹുറൂഫഹു വഉലിമ മൗജുൽ ബഹ്രി കം ഹുവ മൗജതി എന്നാണ്. എന്താ റസൂലുള്ളാഹിക്ക് കൊടുത്ത അറിവിനെ കുറിച്ച് പറയുന്നു. ഉല്ലീമ നബ്തുൽ അർള്, ഭൂമിയിലെ സസ്യലതാദികളെ കുറിച്ച് അറിവ് നൽകപ്പെട്ടു. ആർക്ക്? റസൂലുള്ളാഹിക്ക്. കം ഹുവ നബ്തത്തിൻ, ഈ ഭൂമിക്കുപരിയിൽ എത്ര മരങ്ങളുണ്ട്, സസ്യങ്ങളുണ്ട്, ലതകളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ റസൂലുള്ളാഹിക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. ഉല്ലീമ റംലുൽ അർള്, ഭൂമിയിലെ മണൽത്തരികൾ, അതിനെക്കുറിച്ച് റസൂലുള്ളാഹിക്ക് അറിവ് കൊടുത്തിട്ടുണ്ട്. കം ഹുവ റംലത്തി, എത്ര മണൽത്തരികൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. ഉല്ലീമ ഇൽമുള്ള, അള്ളാഹിൻ്റെ അറിവ് മുഴുവൻ റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അഹ്സ ഹുറൂഫഹു എന്നാണ്, റസൂലുള്ള അള്ളാഹിൻ്റെ ഇൽമിൻ്റെ ഹർഫുകൾ മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ ഇൽമിൻ്റെ ഹർഫുകളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. വഉലിമ മൗജുൽ ബഹരി, സമുദ്രത്തിലെ തിരമാലകൾ റസൂലുള്ളാഹിക്ക് അതിൻ്റെ എണ്ണം അറിയിക്കപ്പെട്ടിട്ടുണ്ട്. കം ഹുവ മൗജതി, എത്ര തിരമാല ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ് തിരമാലകളുടെ എണ്ണം, മണൽത്തരികളുടെ എണ്ണം, സസ്യലതാദികളുടെ എണ്ണം, അതേപോലെ അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവിൻ്റെ എണ്ണം, അതിൽ എത്ര ഹർഫുകൾ ഉണ്ട് എന്നുള്ളത് വരെ റസൂലുള്ളാഹിക്ക് അറിയുന്നതാണ് ഈ കാടൻ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് കാട് കയറിയ മനുഷ്യൻ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ എത്തിപ്പെട്ട അപകടം എവിടെയാണെന്നുള്ളത്. നമ്മൾ പിന്നെ ഇതാണ് ഈ അഖീദപരമായിട്ടുള്ളതായ വിഷയങ്ങൾ വരുമ്പോൾ നമ്മളിത് ശരിക്കും ഇത്തരം ആയത്തുകളുടെ പിന്നെ പ്രയോഗങ്ങളിൽ നിന്ന് നമ്മൾ ശരിക്കത് അവിടെ പിന്നെ ആലോചിച്ച് ചിന്തിച്ച് തന്നെ അത് പഠിച്ചു പോകണം. ഞാൻ അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഉണർത്തുന്നത്. ജ്യോത്സ്യന്മാർ ജിന്ന് പിശാചുക്കളെ പ്രസാദിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് അവർ ഗൈബ് അറിയും എന്ന് പറഞ്ഞിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഗൈബ് പ്രവചിപ്പിച്ച് ആളുകളെ പറ്റിക്കുന്ന അവസ്ഥയായിരുന്നു അന്ന് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജിന്നിനും ഗൈബ് അറിയില്ല എന്നുള്ളതിൻ്റെ ചരിത്രം ഉദ്ധരിച്ചിട്ട് ഇവർക്ക് ഗൈബ് അറിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഈ വിഷയം ഊന്നിയത് എന്തിനാണ്? ഈ അന്ധവിശ്വാസത്തെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വിശുദ്ധ ഖുർആനിലും ചരിത്രത്തിലും ഉണ്ടായിരിക്കെ നമ്മുടെ ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ ആളുകളുടെ അവസ്ഥ നബിമാരുടെ മക്കാമിൽ നിന്നൊക്കെ എത്രയോ താഴെ പാതാളത്തിൽ കഴിയുന്ന ആളുകൾക്ക് വരെ എല്ലാം അറിയും, എല്ലാം തിരിയും, എല്ലാം പറയും, എല്ലാം
ചെയ്യാൻ സാധിക്കും, എല്ലാം മൂപ്പരോട് ചോദിച്ചോളി, എല്ലാം മൂപ്പരോട് പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ തെറ്റിക്കണ അവസ്ഥയാണുള്ളത്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ആ ഇസ്മിൻ്റെ ആളുകളും ഇസ്മിൻ്റെ അസ്മാവിൻ്റെ പണിക്കാരെന്നാണ് ഇനി പറയാം. തൽസമാത്തിൻ്റെ ആളുകൾ അവരൊക്കെ ഈ ജിന്നുകളെ പ്രസാദിപ്പിച്ചിട്ട് ചെയ്യുന്നതാണ്. അവരൊക്കെ ചെയ്യുന്നത് ഈ പണികളാണ്. അവർ പല തരത്തിലുള്ള വരകളും കുറികളും അതേപോലെ തന്നെ ഗൂഢാർത്ഥ പ്രയോഗങ്ങളും മറ്റൊക്കെ ആയിട്ട് നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒക്കെ ഈ ഗണത്തിൽ തന്നെയാണ്. അലാക്കുല്ലി പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ നമ്മൾ അടുത്ത ലഖദ് ലിസബൈൻ ഫി മസ്കനിഹിം ആയ എന്നുള്ളത് നമുക്കിനി ഇതിൻ്റെ തുടർച്ചയിൽ വരുന്നതാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടാണ് സബ ഗോത്രത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമുള്ളത്. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച അത് വിശദീകരിക്കാം. ബിഇദ്നില്ലാ. ഗൈഡൻസ് TV ഇസ്ലാമിക് ദഅവ യൂട്യൂബ് ചാനൽ. മതധാർമ്മിക വൈജ്ഞാനിക പഠനത്തിന് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ദമാം IT വിഭാഗം അവതരിപ്പിക്കുന്നു ഗൈഡൻസ് TV യൂട്യൂബ് ചാനൽ. ഗൈഡൻസ് TV ലൈറ്റ് ഫോർ ലൈഫ്.